ഹലോ, വെൽക്കം ബാക്ക്. ക്യൂസിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവുമെന്ന് എവിടുന്നോ ഒരു ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ക്ലീനിങ് മോഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാബ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വർക്ക് ചെയ്യുന്നൊരു ലാബിൽ എന്തായാലും വൃത്തികേട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് വൃത്തിയാക്കി അടിച്ച് തുടച്ച് വെച്ചാൽ ചിലപ്പോൾ ക്യൂസി വിചാരിക്കും ഇവിടെ ഒന്നും നടക്കണില്ല, എത്രയും ക്ലീനായി നിന്നാലെന്ന് വിചാരിച്ച് ഞാൻ അത്ര വൃത്തിയാക്കുന്നില്ല. ഈ ഷെൽഫിലാണ് നമ്മൾ എക്സ്പയർഡ് ആയതൊരു സൈഡിലും എക്സ്പയർഡ് അല്ലാത്തൊരു സൈഡിലും വെക്കൽ. അവിടെ താഴെ രണ്ട് ടിന്ന് മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് രണ്ടും ഞാൻ എടുത്ത് വെച്ച്. പക്ഷെ തൊട്ടപ്പുറത്ത് ഒരു പാത്രത്തിൽ വീണ് കിടക്കുന്ന ഒരു ബോട്ടിലുണ്ട്. അതെടുത്ത് വെക്കാൻ മടിയായിട്ട് അത് അങ്ങനെ തന്നെ അടച്ച് വെച്ച്. പിന്നെ ബാക്കിയുള്ളത് ക്ലീനാക്കുക. നമ്മുടെ ഈ ലാബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാണ്. കിളി, അണ്ണാൻ, എലി അങ്ങനെ പല പല ആൾക്കാർക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ഉണ്ട്. ഞാനതത്ര വലിയ മൈൻഡാക്കലില്ല. പാവങ്ങൾ കയറിക്കോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ കെമിക്കലിലൊന്നും വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെന്നാൽ മാത്രം മതി. ഇത് ഏതോ ഒരു കിളി വന്ന് കൂടുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ്. കൂടുണ്ടാക്കി കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഞാനതത്ര മൈൻഡാക്കിയിട്ടുമില്ല. അങ്ങനെ ഇത് എന്തോ മറ്റേ നമ്മുടെ സിഗരറ്റിൻ്റെ ഉള്ളിലത്തെ ആ പൊടി പോലത്തെ സാധനം എന്തോ ആണ് കാണുന്നത്. എന്തായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ലാബിൽ ടെസ്റ്റ് ഉണ്ടാവില്ല. ആഴ്ചയിൽ 1-2 ദിവസങ്ങളാണ് ടെസ്റ്റ് ഉണ്ടാവുക. അല്ലാത്ത ദിവസം ഡോക്യുമെൻറ്റേഷൻ, റിപ്പോർട്ട് മേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എല്ലാ ദിവസവും അത്ര വലിയ കാര്യമായിട്ട് എടുക്കലില്ല. ഇതിൻ്റെ അടിയിലൊക്കെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്. ആരും വലിയ മൈൻഡ് ആക്കണ്ട. വേറെ വൃത്തികേടൊന്നും ഉണ്ടാവില്ല. ഈ കൗണ്ടർ ടോപ്പിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന കെമിക്കൽസ് അങ്ങോട്ട് വീണത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഏകദേശം എല്ലാം ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ക്യൂസിൻ്റെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇന്ന് ലാബ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.